യുവതിയെ പീഡിപ്പിച്ച കേസിൽ കോൺഗ്രസ് നേതാവും കൗൺസിലറുമായ പ്രശോഭ് വത്സന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. ജോലി വാഗ്ദാനം ചെയ്ത് യുവതിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഒളിവിൽ കഴിയുന്ന പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭ് വത്സനാണ് കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടത്. മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതിയാണ് ജാമ്യാപേക്ഷ നിരസിച്ചത്. യുവതിയുടെ ജാതി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പീഡനം നടത്തിയതെന്നും പ്രതി ഒളിവിൽ കഴിയുന്നത് ഗൗരവകരമാണെന്നുള്ള പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. പബ്ലിക് പ്രോസിക്യൂട്ടർ രാജീവ് നടക്കാവിൽ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായി. ലൈംഗിക പീഡന പരാതിയായി ബന്ധപ്പെട്ടുകൊണ്ട് കൗൺസിലർക്കെതിരെയുള്ള ലൈംഗിക പീഡന പരാതിയായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ കേസ് ചാർജ് ചെയ്തിട്ടുള്ള വകുപ്പുകൾ അണ്ടർ സെക്ഷൻ 332B BNS 64(2)M 64(2)B 69 115(2) 351(2) BNS പ്രകാരമുള്ളതും SC/ST ആക്ട് പ്രകാരമുള്ള 31S 31W 3125 ഈ വകുപ്പുകൾ പ്രകാരമാണ് കൗൺസിലർക്കെതിരെ പ്രതിക്കെതിരെ കേസുകൾ ചാർജ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ജാമ്യാപേക്ഷയെ ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ പ്രതിഭാഗവും അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ ഭാഗവും ആർഗ്യുമെന്റ് കഴിഞ്ഞിരുന്നു. അത് കോടതിയുടെ ഈ ജഡ്ജ്മെന്റ് ജാമ്യാപേക്ഷ നിരസിച്ചുകൊണ്ടുള്ള കോടതിയുടെ ഉത്തരവിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് ഇതിലെ 64-ാം വകുപ്പ് റേപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അത് കൺസെന്റോട് കൂടിയാണോ അല്ലേ എന്നുള്ള കാര്യങ്ങളിലേക്കൊന്നും കോടതി അതിനെ സംബന്ധിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പ്രധാനമായിട്ടും ജാമ്യാപേക്ഷ നിരസിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് സെക്ഷൻ 69 BNS പ്രകാരം, അതായത് ജോലി വാഗ്ദാനം ചെയ്ത് ലൈംഗിക പീഡനത്തിന് വിധേയമാക്കി എന്ന വകുപ്പ് ഈ കേസിൽ നിൽക്കും. പ്രിമാ ഫേസി ദർ ഇസ് എ കേസ് എന്ന ഫൈൻഡിങ്ങിലേക്കാണ് കോടതി എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 1.5 വർഷമായിട്ട് പ്രതിയും അതുപോലെ തന്നെ സർവൈവറും തമ്മിൽ അക്വൈന്റൻസ് പരിചയം ഉണ്ടായിരുന്നു. നീണ്ട നാളത്തെ പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ സർവൈവറുടെ കാസ്റ്റിനെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യം പ്രതിക്കുണ്ട്. അതുകൊണ്ട് ഇവിടെ 69 എന്ന BNS 69 എന്ന ഒഫൻസ് നിൽക്കുന്നതോടൊപ്പം തന്നെ 325 എന്ന SC/ST ആക്ടിലെ വകുപ്പ് കൂടി നിൽക്കും. SC/ST വകുപ്പ് SC/ST ആക്ടിലെ 325 നിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെ സെക്ഷൻ 18 പ്രകാരം ആന്റിസിപ്പേറ്ററി ബെയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രഥമദൃഷ്ട്യാ ബാറുണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതി ഒളിവിലാണ് എന്ന കാര്യം കൂടി കോടതി ഈ വിധിയുടെ ഭാഗമായിട്ട് ഒളിവിൽ നിന്നുകൊണ്ടാണ് ജാമ്യാപേക്ഷ കോടതിയെ സമീപിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി അതിൽ പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം നിഷേധിക്കുകയാണ് കോടതി. പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ സെക്ഷൻ 69 BNS നിൽക്കും, അതോടൊപ്പം തന്നെ 325 SC/ST ആക്ട് നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമായും ജാമ്യാപേക്ഷ നിരസിക്കുന്നതിന് വേണ്ടിയുള്ള കാരണമായിട്ട് കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. നഗരസഭയിലെ 24-ാം വാർഡ് കൗൺസിലറാണ് പ്രശോഭ്. ജോലി വാഗ്ദാനം നൽകി പ്രശോഭ് പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി. ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പാലക്കാട് എത്തിയ താനുമായി സൗഹൃദം സ്ഥാപിച്ച ഇയാൾ താമസ സ്ഥലത്തും കാറിലും പിന്നീട് ഹോട്ടലിലും കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന് പരാതിയിൽ പറയുന്നു. ഗർഭിണിയാണെന്നറിയിച്ചപ്പോൾ ഗർഭചിത്ര മരുന്ന് നൽകി കഴിക്കാൻ നിർബന്ധിച്ചു. MLA MP എന്നിവരുമായി നല്ല ബന്ധമാണെന്ന് പറയുകയും അവരുമായി നിൽക്കുന്ന ഫോട്ടോ ഇയാൾ കാണിച്ചു തന്നതായും പരാതിയിൽ പറയുന്നു. പരാതി നൽകിയ ശേഷം പ്രശോഭ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയെന്നും മൊഴിയിൽ പറയുന്നു. ലൈംഗിക പീഡന കേസുകൾ നേരിടുന്ന പാലക്കാട്ടെ കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത അനുയായിയാണ് പ്രശോഭ്. പീഡന പരാതി വന്നയുടനെ 15 ദിവസം ഒളിവിൽ പോയ മാങ്കൂട്ടത്തിൽ പിന്നെ പൊങ്ങിയത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രശോഭിന് വോട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു. രാഹുൽ ജയിൽ മോചിതനായി പാലക്കാട് വന്നപ്പോൾ സ്വീകരണം ഒരുക്കിയതും പ്രശോഭായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലുമായി അടുത്ത സൗഹൃദമുള്ള പ്രശോഭ് രാഹുൽ ഒളിവിൽ പോയ അതേ രീതിയാണ് പിന്തുടരുന്നത്. MP-മാരായ VK ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ എന്നിവരെ പേര് പറഞ്ഞ് പ്രശോഭ് ഭീഷണിപ്പെടുത്തിയെന്നും ഷാഫിയെ വീഡിയോ കോൾ ചെയ്ത് തന്നെ കാണിച്ചെന്നും യുവതി പോലീസിന് മൊഴി നൽകിയതിനാൽ ഒളിവിൽ പോകാൻ ഇവർ പ്രശോഭിന് സഹായം ചെയ്തിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്.